പറയൊലിച്ചപ്പോൾ കലർന്നു പക്ഷി കഥ പറഞ്ഞു. മരമെൻ്റെ സ്വന്തം, മരമെൻ്റെ സ്വന്തം, മരണം വരെ ഈ മരമെൻ്റെ സ്വന്തം. ഒരു ദിനമേറെ പറന്നങ്ങ് അവശനായി ഇരുപക്ഷം കുഴഞ്ഞീ ഭൂവിലെത്തി. മരുഭൂമി തോർക്കും മനുജർ ഉപേക്ഷിച്ച ഈ മാടിക്ക് സന്ധ്യയിൽ വിശ്രമിച്ചു. അരിക്കൊപ്പം അകമ്പടി കാഷ്ടമന്നൻ ഉദരത്തിൽ നിന്നും വരമ്പിൽ വീണു. പെരുമഴ കാലത്തരികിളത്ത് ഒരു വൻമരമായി പടർന്നു നിൽപ്പു. അതായത് അന്നത്തെ കാഷ്ടം ഇവിടെ കടന്ന് മഴ വന്നപ്പോൾ തിരിച്ച് മരമായി. അപ്പോഴേ എന്നിട്ടോ മരമെൻ്റെ സ്വന്തം, മരമെൻ്റെ സ്വന്തം, മരണം വരെ ഈ മരമെൻ്റെ സ്വന്തം. എന്നിട്ട് പക്ഷി പറയുകയാണ്, വിത്തുപാകില്ല വളം വിതറില്ലെന്നാൽ 100 മേനി കൊയ്യുന്നു മുക്കോ. ഇതൊക്കെ പോയിന്റാണ്. നിങ്ങൾ ഫസ്റ്റ് അടിക്കുമ്പം എഴുതുന്നു പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരുപാട് വരികൾ ഇതിനകത്ത് എഴുതാൻ സത്യത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. വിത്തുപാകില്ല വളം വിതറില്ലെന്നാൽ 100 മേനി കൊയ്യുന്നു മുക്കോ. അടിയോൻ വിയർത്തിട്ട് അറവന നിറയ്ക്കും, ഇടയോൻ കയർക്കും കുടവേർ നിറയ്ക്കും. ശരിയല്ലോ? അടിയോൻ വിയർത്ത് പറമന നിറയ്ക്കും, ഉടയോൻ കയർക്കും കുടവേർ നിറയ്ക്കും. മടിയരാ മനിതൻ മനമറിഞ്ഞ മരപ്പത്തിൽ വാണ പക്ഷി കേണു. മരമെൻ്റെ സ്വന്തം, മരമെൻ്റെ സ്വന്തം, മരണം വരെ ഈ മരമെൻ്റെ സ്വന്തം. പിള്ളേരെ പഠിപ്പിക്കാൻ പറയുന്ന പോലെ ഈ മരം പിന്നെ എന്ത് സംഭവിച്ചു? വെട്ടിയോ പക്ഷി അതിൻ്റെ കൂടെ മരിച്ചോ? അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് അവസാനം എൻ്റേതായ 2 വരികൾ. മരം വെട്ടു തകർക്കുന്നു പരിസ്ഥിതിയെ, ദുരവസ്ഥ തലമുറ അനുഭവിക്കും. കരുതലായി ഒരു മരം വെട്ടിടുമ്പോൾ 100 തൈ നടൂ നാളേക്കായി. ഇത് കവിയുടെ വാക്ക്.